ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. നേര്യമംഗലം ചീയപ്പാറയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. യാത്രക്കാർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു. ജെയിനസ് രാജു ചേരുന്നുണ്ട്. രാജു, ജെയിൻ ഏത് ഭാഗത്താണ് ദേശീയപാതയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഇപ്പോൾ അവിടെ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണോ? പ്രജീഷ, ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ചീയപ്പാറ മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് നേര്യമംഗലം കഴിയുമ്പോൾ ചീയപ്പാറ വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് ഈ വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണത്. മണ്ണും അതോടൊപ്പം തന്നെ മരവും ഉണ്ടായിരുന്നു. അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തലനാരിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. കാരണം ആ ദൃശ്യങ്ങളിൽ തന്നെ ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ അതിലൂടെ കടന്നു വന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എപ്പോഴും വലിയ തിരക്കുള്ള ഒരു പാതയാണ്. ആ പാതയിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. നേരത്തെയും പല ഘട്ടത്തിൽ നമ്മൾ മുന്നറിയിപ്പ് നൽകിയതാണ്. അവിടെ അപകട സാധ്യതയുണ്ട്. ഒന്ന്, ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയാണ്. ആ ഭാഗത്ത് ഹൈക്കോടതിയുടെ ഇടപെടലൊക്കെ തുടർന്നുകൊണ്ട് ഈ നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് വലിയ രീതിയിൽ മൺഭിത്തി നിൽക്കുകയാണ്. അതിൻ്റെ മുകളിൽ എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാറായ തരത്തിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട്. സമാനമായിട്ടുള്ള അപകടം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഈ മണ്ണും അതോടൊപ്പം തന്നെ മരവും നീക്കം ചെയ്തത്.